Chapter 4 Special Products and Factorization Part 3 നമ്മൾ ഐഡൻറ്റിറ്റികളെ കുറിച്ചാണ് പ്രധാനമായും പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ 5 ഐഡൻറ്റിറ്റികളെ കുറിച്ച് പറഞ്ഞു. ഇനി ശേഷിക്കുന്ന ഐഡൻറ്റിറ്റികളും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സം അതർ സ്പെഷ്യൽ പ്രൊഡക്ട്സ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഐഡൻറ്റിറ്റികൾക്ക് പുറമെ ഉപയോഗത്തിലുള്ള ഏതാനും ചില ഐഡൻറ്റിറ്റികളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് എ പ്ലസ് ബി. അപ്പോൾ എ പ്ലസ് ബി ഹോൾ ക്യൂബ്. എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ളതിനോട് കൂടെ ഒരു എ പ്ലസ് ബിയും കൂടെ കൂടുമ്പോഴാണ്, ഒരു എ പ്ലസ് ബിയെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് എ പ്ലസ് ബി ഹോൾ ക്യൂബ് വരുന്നത്. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ളതിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണല്ലോ. അപ്പോൾ അതിലൂടെ എ പ്ലസ് ബി കൂടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മളൊരു ബൈനോമിയലായി കണ്ട് ഇവിടെ നമ്മൾ ഓരോന്നിനേക്കും മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. എനായിട്ട് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ചെയ്തു. അതേപോലെ ബിയുമായി നമ്മൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ചെയ്തു. കിട്ടുന്ന ആൻസർ എ ക്യൂബ് പ്ലസ് 2a സ്ക്വയർ ബി പ്ലസ് എ ബി സ്ക്വയർ, എ ഇൻറ്റു ബി സ്ക്വയർ എ ബി സ്ക്വയർ. അടുത്തത് ഇവിടെ ബി ഇൻറ്റു എ സ്ക്വയർ ബി പ്ലസ് ബി ഇൻറ്റു എ ബി സ്ക്വയർ 2ab സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ബി സ്ക്വയർ ഈക്വൽ ടു ബി ക്യൂബ്. അപ്പോൾ ഇതിന് നമ്മൾ ഒന്നുകൂടെ ചെറുതാക്കി എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എ ക്യൂബ് പ്ലസ് എ സ്ക്വയർ ബി. ഈ എ സ്ക്വയർ ബിയും ഇവിടെയുള്ള എ സ്ക്വയർ ബി രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 3a സ്ക്വയർ ബി കിട്ടും. അതുപോലെ ഈ എ ബി സ്ക്വയറും 2ab സ്ക്വയറും കൂടെ പരസ്പരം ആഡ് ചെയ്യുന്ന സമയത്ത് 3ab സ്ക്വയർ കിട്ടും. പിന്നെ പ്ലസ് ബി ക്യൂബ്, ഇവിടെയുള്ള ബി ക്യൂബാണ് നമുക്കുള്ളത്. ഇത് നമ്മളൊന്നുകൂടെ കോമൺ ആയതിന് ബ്രാക്കറ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എ ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി. ഇവിടെ ഇതിൽ 3ab കോമൺ ആണ്, രണ്ടെണ്ണത്തിൽ 3ab കോമൺ ആണ്. ബാക്കിയുള്ളത് ഒരു എ പ്ലസ് ബി ആണ്, അതിവിടെ ബ്രാക്കറ്റിലിട്ടു. പ്ലസ് ബി ക്യൂബ്. അപ്പോൾ എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ബി ക്യൂബ് എന്നാണ്. എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ബി ക്യൂബ്. ഓക്കെ, ഇതാണ് ആറാമത്തെ ഐഡൻറ്റിറ്റി ആയിട്ട് ഉപയോഗത്തിലുള്ളത്. അടുത്തത് നമുക്ക് നോക്കാം. വി നോ ഫൈൻഡ് ദി ക്യൂബ് ഓഫ് എ മൈനസ് ബി. എ മൈനസ് ബി ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഫാക്ടറൈസേഷൻ മെത്തേഡ് അഥവാ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള മെത്തേഡ് നമുക്കറിയുന്നതാണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഈ എ മൈനസ് ബി ഹോൾ സ്ക്വയറോട് കൂടെ ഒരു എ മൈനസ് ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എ മൈനസ് ബി ഹോൾ ക്യൂബ് ലഭിക്കുന്നത്. അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണല്ലോ. അപ്പോൾ അതിനോടുകൂടി എ മൈനസ് ബി ഇൻറ്റു ചെയ്യുമ്പോഴാണ് എ മൈനസ് ബി ഹോൾ ക്യൂബ് കിട്ടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് നമ്മൾ ഓരോന്നും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. എ ഇൻറ്റു എ സ്ക്വയർ, എ ഇൻറ്റു 2ab, എ ഇൻറ്റു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതേപോലെ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇനി ഇതിനെ നമ്മൾ ഒന്ന് ഈ ആയുമായി ഈ ബ്രാക്കറ്റിലുള്ളതിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എ ഇൻറ്റു എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ക്യൂബ്, എ ഇൻറ്റു 2ab മൈനസ് 2ab ഈസ് ഈക്വൽ ടു മൈനസ് 2a സ്ക്വയർ ബി, എ ഇൻറ്റു പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ. ഇവിടെ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ ബി, മൈനസ് ബി ഇൻറ്റു മൈനസ് 2ab ഈസ് ഈക്വൽ ടു പ്ലസ് 2ab, മൈനസ് ബി ഇൻറ്റു മൈനസ് 2ab ഈസ് ഈക്വൽ ടു പ്ലസ് 2ab സ്ക്വയർ, മൈനസ് ബി ഇൻറ്റു പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ബി ക്യൂബ്. ഇതിനെ നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൈനസ് 2a സ്ക്വയർ ബി മൈനസ് എ സ്ക്വയർ ബിയും രണ്ടും മൈനസ് ആയിരുന്നു. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈനസ് 3a സ്ക്വയർ ബി ലഭിക്കും. പ്ലസ് എ ബി സ്ക്വയർ പ്ലസ് 2ab സ്ക്വയർ മൾട്ടിപ്ലൈ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് 3ab സ്ക്വയർ കിട്ടും. ഓക്കെ, ശേഷിക്കുന്ന മൈനസ് ബി ക്യൂബാണ്. അപ്പോൾ എ ക്യൂബ് ഇൻറ്റു മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി ക്യൂബ് എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് ഇതിനെ എഴുതാൻ സാധിക്കും.
അപ്പോൾ എ മൈനസ് ബി ഹോൾ ക്യൂബ് ഈസ് ഇക്വൽ ടു എ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി മൈനസ് ബി ക്യൂബ് എന്നാണ് ആൻസർ. എട്ടാമത്തത് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. അടുത്ത എട്ടാമത്തെ സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത്. എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് എ പ്ലസ് ബി. അപ്പോൾ എ പ്ലസ് ബി ആണ് എ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ. നമുക്കറിയാം ഈ ബ്രാക്കറ്റിലുള്ളത് എല്ലാത്തിനും ഇതുമായി മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതിനെ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് പറയാം എ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ഇൻറ്റു മൈനസ് എ ബി സ്ക്വയർ ടു മൈനസ് എ സ്ക്വയർ ബി. എ ഇൻറ്റു പ്ലസ് ബി സ്ക്വയർ ഈസ് ഇക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ ബി. ബി ഇൻറ്റു മൈനസ് എ ബി ഈസ് ഇക്വൽ ടു മൈനസ് എ ബി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ബി സ്ക്വയർ ഈസ് ഇക്വൽ ടു പ്ലസ് ബി ക്യൂബ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് എ സ്ക്വയർ ബിയും പ്ലസ് എ സ്ക്വയർ ബിയും രണ്ടും കൂടെ മൈനസും പ്ലസും ആയതുകൊണ്ട് 0 ആയി. അതുപോലെ പ്ലസ് എ ബി സ്ക്വയറും മൈനസ് എ ബി സ്ക്വയറും രണ്ടും കൂടെ പ്ലസ് മൈനസ് വരുമ്പോൾ അതും 0 ആയി. ശേഷിക്കുന്നത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് മാത്രമാണ്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ളതിൻ്റെ ആൻസർ ഈസ് ഇക്വൽ ടു എ ക്യൂബ് പ്ലസ് ബി ക്യൂബാണ്. ഒമ്പതാമത്തെ സ്പെഷ്യൽ പ്രൊഡക്റ്റായി വരുന്നത് നമുക്ക് നോക്കാം. എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. നമുക്കറിയാം ബൈനോമിയലും ട്രിനോമിയലും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ബ്രാക്കറ്റിലുള്ളത് ഓരോന്നും ഇതുമായി മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു എ ബി സ്ക്വയർ എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു എ സ്ക്വയർ ഈസ് ഇക്വൽ ടു എ ക്യൂബ്. എ ഇൻറ്റു എ ബി ഈസ് ഇക്വൽ ടു പ്ലസ് എ സ്ക്വയർ ബി. എ ഇൻറ്റു പ്ലസ് ബി സ്ക്വയർ ഈസ് ഇക്വൽ ടു പ്ലസ് എ ബി സ്ക്വയർ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ ഈസ് ഇക്വൽ ടു മൈനസ് എ സ്ക്വയർ ബി മൈനസ് ഇൻറ്റു പ്ലസ് എ ബി ഈസ് ഇക്വൽ ടു മൈനസ് എ ബി സ്ക്വയർ മൈനസ് ഇൻറ്റു പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഇക്വൽ ടു മൈനസ് ബി ക്യൂബ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതും തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്ലസ് എ സ്ക്വയർ ബിയും മൈനസ് എ സ്ക്വയർ ബിയും രണ്ടും കൂടെ ഇല്ലാതാവും, പ്ലസ് മൈനസും ആകുമ്പോൾ 0 ആവും. പ്ലസ് എ ബി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയറും രണ്ടും കൂടെ പ്ലസ് വരുമ്പോൾ അതും 0 ആയി പോകും. ബാക്കിയുള്ളത് എ ക്യൂബ് മൈനസ് ബി ക്യൂബാണ്. അപ്പോൾ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയറിന് നമുക്ക് ഇസ്ഇക്വൽ ടു എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്നുള്ള രൂപത്തിലേക്ക് ചുരുക്കി എഴുതാവുന്നതാണ്. അതിൻ്റെ ആൻസർ അത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആയിരിക്കും ആൻസർ. ഇനി ഇത് വെച്ചിട്ടുള്ള ഏതാനും ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇനി ഇതുവരെ പറഞ്ഞിട്ടുള്ള ഐഡൻറ്റിറ്റികൾ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. 7x പ്ലസ് 9y ഹോൾ ക്യൂബ്. നമ്മൾ 7x പ്ലസ് 9y ഹോൾ ക്യൂബ് ഈസ് ഇക്വൽ ടു 7x ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 7x 9y 7x പ്ലസ് 9y പ്ലസ് 9y ക്യൂബാണ്. ഇതിന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 343 x ക്യൂബ് പ്ലസ് 189 xy ഇൻറ്റു 7x പ്ലസ് 9y പ്ലസ് 729 y ക്യൂബ്. ഓക്കെ, ഇതിന് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ആൻസറിലേക്ക് അടുത്ത സ്റ്റെപ്പ് 343 x ക്യൂബ് പ്ലസ് 1323 x സ്ക്വയർ y പ്ലസ് 1701 xy സ്ക്വയർ പ്ലസ് 729 y ക്യൂബ്. അടുത്ത എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്നുള്ള വരുന്നതാണ്. എ മൈനസ് ബി ഹോൾ ക്യൂബ് നമ്മൾ പറഞ്ഞു എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആയിരിക്കും. ഈക്വൽ ടു എ മൈനസ് ബി എ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി ക്യൂബാണ് പറഞ്ഞത്. അപ്പോൾ പി എക്സ് മൈനസ് വൈ സെഡ് ഹോൾ ക്യൂബ് ഈക്വൽ ടു പി എക്സ് ക്യൂബ് മൈനസ് 3 ഇൻറ്റു പി എക്സ് വൈ സെഡ് പി എക്സ് ഇൻറ്റു വൈ സെഡ് ഇൻറ്റു പി എക്സ് മൈനസ് വൈ സെഡ് മൈനസ് വൈ സെഡ് ഹോൾ ക്യൂബ്.
അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തുമ്പോൾ പി ക്യൂബ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ് minus 3 into px yz into px minus yz minus y cube plus minus y cube into z cube px cube p cube into x cube minus 3p square x square yz plus 3pxy square z minus y cube z cube. Okay, next x minus 4y square all cube ആണ്. എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഇതിനെ റീഡ് ചെയ്യേണ്ടത്. മൈനസ് 4y സ്ക്വയറിന് എക്സ് ക്യൂബ് മൈനസ് 3x ഇൻറ്റു 4y സ്ക്വയർ (3ab) ഉള്ള സ്ഥാനത്താണ് 3x ഇൻറ്റു 4y സ്ക്വയർ വന്നിട്ടുള്ളത്. 3ab ഇൻറ്റു എ മൈനസ് ബി ആണ് നമ്മൾ പറയാറുള്ളത്. അതാണ് 3x ഇൻറ്റു 4y സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 4y സ്ക്വയർ മൈനസ് 4y സ്ക്വയർ ക്യൂബ് എന്നുള്ള രൂപത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് 12xy സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 4y സ്ക്വയർ മൈനസ് 64y റൈസ് 6 ആണ്. 2 ഇൻറ്റു 3 എന്നുള്ളത് പിന്നെ 2 ഇൻറ്റു 2 എക്സ്പോണൻഷ്യൽ പരസ്പരം ഇൻറ്റു ചെയ്ത് 2 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ y റൈസ് ടു 6 ആണ് ആൻസർ വരുന്നത്. അതേപോലെ എക്സ് ക്യൂബ് മൈനസ് 12x സ്ക്വയർ y സ്ക്വയർ പ്ലസ് 48xy റൈസ് ടു 4 മൈനസ് 64y റൈസ് ടു 6. ഇതിൻ്റെ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ കൂട്ടലുകളൊക്കെ ചെയ്യാൻ സമയത്ത് നമുക്ക് ഇത് ഉപകാരപ്പെടുക എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. യൂസിങ് സ്പെഷ്യൽ പ്രൊഡക്ട്സ് ഫൈൻഡ് ദ ക്യൂബ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോവിങ്. 19 എന്നുള്ളതിൻ്റെ ക്യൂബ് കാണാൻ പറഞ്ഞിട്ടുണ്ട്, 101ൻ്റെ ക്യൂബ് കാണാൻ പറഞ്ഞിട്ടുണ്ട്, 54ൻ്റെ ക്യൂബ് കാണാൻ പറഞ്ഞിട്ടുണ്ട്, 47ൻ്റെ ക്യൂബ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 90 എന്നുള്ളത് 20 മൈനസ് 1 ഹോൾ ക്യൂബ് എന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതാം. അപ്പം 20 ക്യൂബ് മൈനസ് 3 ഇൻറ്റു 20 ഇൻറ്റു 1 ഇൻറ്റു 20 മൈനസ് 1 ഇൻറ്റു മൈനസ് 1 ക്യൂബ് ഇസ് ഈക്വൽ ടു 8000 മൈനസ് 60 ഇൻറ്റു 20 മൈനസ് 1 ഇൻറ്റു 20 മൈനസ് 1 മൈനസ് 1 8000 minus 1200 plus 60 minus 1 is equal to 6859. അതേപോലെ 101ൻ്റെ ക്യൂബ് കാണുമ്പോൾ നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ ഇതിനെ എഴുതി. അപ്പോൾ എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി ക്യൂബാണ്. അപ്പോൾ എ ക്യൂബിൻ്റെ സ്ഥാനത്താണ് എൻ്റെ സ്ഥാനത്ത് വന്ന് 100 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 100 ഇൻറ്റു 1 ഇൻറ്റു 100 പ്ലസ് 1 പ്ലസ് 1 ക്യൂബ് ഈസ് ഈക്വൽ ടു 1 lakh plus 300 into 100 plus 300 into 300 plus 1 1 lakh 1,30,301 എന്നാണ് ഇതിൻ്റെ ആൻസർ. അടുത്തതിലേക്ക് പോകുമ്പോൾ 19 ക്യൂബ് 20 മൈനസ് 1 ക്യൂബ് നമ്മൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ഈ രൂപത്തിലാണ് നമുക്ക് ഇതിൻ്റെ ന്യൂമറിക്കൽ ഡാറ്റകൾ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ പിന്നെ സ്പെഷ്യൽ പ്രൊഡക്റ്റിൻ്റെ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ നമ്പേഴ്സൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ക്യൂബും സ്ക്വയർ റൂട്ടൊക്കെ കാണാൻ സാധിക്കും. അതിന് ഉദാഹരണങ്ങളാണ് ഇതിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, വീഡിയോ വെച്ച് നന്ദി. താങ്ക് യു വെരി മച്ച്.